വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോന്ന് വാങ്ങിച്ച കുറച്ച് വാച്ചസ് ആണ് കാണിക്കാൻ പോകുന്നത്. ഒന്നും തന്നെ ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല, എല്ലാം ഇപ്പോൾ ലൈവായിട്ട് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഞാനും നിങ്ങളും ഒരുമിച്ചാണ് ഈ പ്രൊഡക്റ്റൊക്കെ കാണാൻ പോകുന്നത്. ഞാൻ ഓർഡർ ചെയ്ത സാധനം തന്നെയാണ് എനിക്ക് കിട്ടിയത്, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലാണോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇത്രയും വാച്ചസ് ആണുള്ളത്, അതായത് 4 വാച്ചസ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. മീഷോയിലത്തെ വാച്ചസ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഭയങ്കര അഫോർഡബിൾ പ്രൈസിലാണ് കിട്ടുക, ലൈക്ക് 200-300 റേഞ്ചിലൊക്കെ ആണ് നമുക്ക് വാച്ചസ് കിട്ടുക. അതേസമയം അത് നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യും, കൂടുതൽ ക്വാളിറ്റി കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. നമുക്കൊരു വല്ലപ്പോഴൊക്കെ ഇങ്ങനെ മാറി മാറി കെട്ടാനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ വാച്ചസ്. സോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടേ പറ്റും. ഡെയിലി വെയറിനൊക്കെ ഇത് യൂസ് ചെയ്താൽ ഒരു പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ നാശമായി പോകും. സോ ആ ഒരു ഇത് മൈൻഡിലിട്ടിട്ട് വേണം കേട്ടോ നിങ്ങൾ ഈ വീഡിയോ കാണാനും അതേപോലെ ഈ വാച്ചസ് വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാനും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നല്ല പാക്കേജിങ് ആണ് കേട്ടോ, വാച്ചസ് ഒക്കെ അവർ സെൻഡ് ചെയ്യുക നല്ല പാക്കേജിലാണ്. ഞാൻ ഒരു വാച്ചിനോട് ക്രേസ് ഉള്ള ഒരാളൊന്നല്ല, പക്ഷെ എനിക്ക് എല്ലാ ലുക്കിലുള്ള വാച്ചും വേണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ലൈക്ക് കുറേ വാച്ചുകൾ വേണം, പക്ഷേ എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചുകളൊന്നും എനിക്ക് വേണമെന്നില്ല. ഇത് മതി, ഞാൻ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് മീഷോ എന്നുള്ളതാണെങ്കിലും ഓക്കെ ആണ്. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കിത് വാങ്ങിക്കാം, യൂസ് ചെയ്യാം. പിന്നെ ഇതിനു മുമ്പ് ഞാൻ വാങ്ങിച്ച കുറച്ച് വാച്ചുകൾ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പങ്ങളൊന്നും അതിന് വന്നിട്ടില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് തന്നെ നാശമാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ നാശമായിട്ടൊന്നുമില്ല. അപ്പോൾ അതാ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു കാർഡ്ബോർഡ് പാക്കേജിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനൊരു പാക്കേജ് ഉണ്ട്. വന്നിട്ട് ഈ ഒരു വാച്ച്. ഓക്കെ, കഴിഞ്ഞ വാച്ചിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു സിൽവർ വാച്ച് ഉണ്ടായിരുന്നു, അതിൻ്റെ തന്നെ ഒരു ഗോൾഡ് കളറാണ്. സെയിം തന്നെ, ജസ്റ്റ് ആ ഒരു കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ, ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ. പിന്നെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഒരു പെയിൻറ് പോലാണ്, ഒറിജിനൽ ഒരു സിൽവർ കളറല്ല, സ്റ്റീലൊന്നും അല്ല, ഒരു പെയിൻറ് പോലാണ്. അപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കെട്ടാനും. അത് ഞാൻ അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്, വലിയ രീതിയിൽ അതിൻ്റെ പെയിൻറ് പോയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഗോൾഡ് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി, ഗോൾഡ് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ഗോൾഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ക ഗോൾഡല്ല, ഒരു ലൈറ്റ് ഷെയ്ഡാണ്. നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടോ, കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡാണ്. ഇതിങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പ്ലാസ്റ്റിക് വെച്ചിട്ട്. അപ്പോൾ അതാ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഗോൾഡാണ്, ഗോൾഡൻ ആണെന്ന് തോന്നില്ല, ഒരു യെല്ലോയിഷ് കളർ ഒരു വാച്ചാണ് കേട്ടോ ഇത്. എന്നാലും കുഴപ്പമില്ല, ഇതിന് 200 സംതിങ് ആണ് പ്രൈസ് കേട്ടോ. എനിക്ക് ആ ഒരു പ്രൈസിന് ഇത് ഓക്കെ ആണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഈ ഒരു ഡയലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. നല്ല ഒരു നീറ്റാണ്, വേറെ കാര്യങ്ങളോ എഴുത്തും കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല നീറ്റാണ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നത്. ഞാൻ മീഷോന്ന് ആദ്യമായിട്ട് വാങ്ങിച്ചൊരു സംഭവം എന്ന് പറഞ്ഞാൽ വാച്ചാണ് കേട്ടോ. ഫസ്റ്റ് ഓർഡർ മീഷോ എടുത്തതിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു വാച്ചാണ്. അന്ന് മീഷോ അത്ര പോപ്പുലർ അല്ല, മീഷോ സംഭവം ഒരു റീസെല്ലിങ് ആപ്പായിട്ട് വന്ന സമയമാണ്. പക്ഷെ അന്ന് ഞാൻ വാച്ച് വാങ്ങിച്ചതോ എനിക്ക് മതിയായതാണ്. ഇനി ഞാൻ അതിന് വാച്ച് വാങ്ങിക്കില്ല എന്ന് വിചാരിച്ചായിരുന്നു ഇത്രയും കാലം നിന്നത്. കാരണം പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ ഫേഡ് ആയി. 180 എങ്ങാനായിരുന്നു ഒരു വാച്ച് ഞാൻ വാങ്ങിച്ചത്, ഒരു ഗോൾഡൻ വാച്ച്. അത്രയ്ക്കും ഒരു പൊട്ട പ്രോഡക്റ്റ് ആയിരുന്നു അത്. അതുകൊണ്ട് ഞാൻ അന്ന് വാച്ച് വാങ്ങിക്കില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ കുറേ കളക്ഷൻസും അതേപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളതുമാണ് കേട്ടോ വാച്ചസൊക്കെ ഉള്ളത്. അടുത്ത വാച്ച് നമുക്ക് ഇത് നോക്കാം. ഇതൊരു നോർമൽ വാച്ചാണ്. പിന്നെ മീഷോയിലുള്ള വാച്ചുകളുടെ പ്രത്യേകത എന്നാൽ നമ്മുടെ വലിയ വലിയ ബ്രാൻഡുകളുണ്ടല്ലോ, ടൈറ്റാന്, ഫാസ്റ്റ് ട്രാക്ക്, അങ്ങനത്തെ കുറച്ച് ബ്രാൻഡുകളുടെ വാച്ചിലെ അതിൻ്റെ ഒക്കെ കോപ്പിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ചാത്തൻ സാധനങ്ങളാണ് അതിൻ്റെ ഒക്കെ. സെയിം ലുക്കായിരിക്കും, പക്ഷെ ക്വാളിറ്റി നല്ല മാറ്റം ഉണ്ടാവും, പ്രൈസും നല്ല മാറ്റം ഉണ്ടാവും. ആ ഒരു ലുക്കിൽ ഇവർ കോപ്പി ഇറക്കുന്നതാണ്. മീഷോയിൽ നല്ല ബബിൾ റാപ്പ് വെച്ചിട്ടാണ് റാപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പാക്കേജ് വന്നിട്ട് ഇങ്ങനെയാണ്. ഇതൊരു നോർമൽ ഒരു വാച്ചാണ്. ഇത് ഏതിനാണ് ഇതുള്ളത്, ഏതോ ഒരു ബ്രാൻഡിന് ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു കറക്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു വാച്ചാണ്. എന്താ പറയുക, നല്ല നീറ്റാണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. കളറ് ഈ ഒരു പെയിൻറ് പോവുമോ എന്നുള്ളത് അറിയില്ല, പക്ഷേ ഇപ്പോൾ കാണുമ്പോൾ നല്ല നീറ്റാണ്. ഇതിന് 100 or 200 റേഞ്ചിലാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അങ്ങനെ കണ്ടോ.
സോ ഈ ഒരു ലുക്കിലാണിത്. ഇങ്ങനത്തെ ടൈപ്പ് വാച്ച് എൻ്റെ കൈക്ക് നന്നായിട്ട് മാച്ച് ചെയ്യുന്നതാണ് എനിക്ക് തോന്നാറുള്ളത്. ഇപ്പോൾ പൊതുവേ ഇങ്ങനത്തെ ടൈപ്പ് യൂസ് ചെയ്യലില്ല എന്നാണ് തോന്നുന്നത്, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ വാച്ച് കിട്ടാൻ. കാരണം എൻ്റെ മെലിഞ്ഞ കൈ ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തത് മാച്ച് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചെയിൻ എടുക്കണ്ട. നമുക്ക് അടുത്തത് അൺബോക്സ് ചെയ്യാം. ഇതും സെയിം നേരത്തെ കാണിച്ച അങ്ങനത്തെ ഒരു പാക്കേജാണ് കേട്ടോ. ഇതവണ എടുത്തതെല്ലാം തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നതാണ്, പക്ഷെ എല്ലാം തന്നെ ഡിഫറെൻറ്റ് ഗോൾഡൻ ഷെയ്ഡാണ്. അപ്പം ഇതും ഇങ്ങനത്തെ പാക്കേജാണ് വന്നിട്ടുള്ളത്. ഇത് കണ്ടോ, ഈ ഒരു ഷെയ്ഡിലാണ്, കുറച്ച് വലിയ ഡയലാണ്. എനിക്ക് പൊതുവേ വലിയ ഡയൽസ് അത്ര ഇഷ്ടമല്ല, പക്ഷെ ഈ ഒരു ചെയിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. ഇതും ഒരു തരം പെയിൻറ്റ് പോലെയാണ്, ഒരു പക്ക അങ്ങനത്തെ മെറ്റലിൻ്റെ ഒരു കളറല്ല, ഒരു പെയിൻറ്റ് പോലാണ്. ഇത് ഗോൾഡും റോസ് ഗോൾഡും ഒക്കെ കൂടെ മിക്സ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. പക്ക റോസ് ഗോൾഡ് അല്ല, പക്ക ഗോൾഡും അല്ലാത്തൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഡയൽ കുറച്ച് വലുതാണെങ്കിൽ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ ഉണ്ടാവും. നല്ല ഭംഗിയുള്ള വാച്ചാണ് കേട്ടോ. ഇതിന് എത്ര പ്രൈസ് വരുന്നത്? ഒരു 200 ആ റേഞ്ചിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എന്തായാലും നല്ലൊരു വാച്ചാണ്. ഒരുപാട് വാച്ചിൻ്റെ കളക്ഷൻ മീഷോയിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ എനിക്ക് എല്ലാം അങ്ങനെ വാങ്ങിക്കാൻ തോന്നില്ല. ചിലതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് ഒരു പൊട്ട പ്രൊഡക്റ്റാണ്, ലൈക്ക് ചീപ്പ് പ്രൈസിലുള്ള പ്രൊഡക്റ്റ് ആണുള്ളത്. സോ ഒരു ഫിനിഷിങ് ഇല്ലാത്തതൊക്കെ ഞാൻ റിവ്യൂസ് നോക്കുമ്പോൾ കാണുന്നുണ്ട്. അങ്ങനത്തെ ഒന്നും ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. ഇതൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂസ് തന്നെ ഉള്ളതാണ്, കാണുമ്പോൾ ഒരു ഫിനിഷിങ് ഉള്ളതാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നമ്മുടെ ലാസ്റ്റ് വൺ വന്നിട്ട് ഇത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. ഇതിന് കുറച്ച് പ്രൈസ് ഉണ്ട്. ഒരു 400 റേഞ്ചിലാണ് പ്രൈസ്. ഒരു നോർമൽ വാച്ചിൻ്റെ പ്രൈസ് നോക്കുമ്പോൾ അത് അഫോർഡബിൾ ആണ്. പക്ഷേ ഈ ഞാൻ വാങ്ങിച്ച വാച്ചുകൾ നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ലിറ്റിൽ ബിറ്റ് എക്സ്പെൻസീവ് ആണ്, ലൈക്ക് മീഷോത്തെ പ്രോഡക്റ്റ് വെച്ചിട്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ലേഡീസ് വാച്ചിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. 20,000 30,000 ആ റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. പക്ഷേ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് താനും. അപ്പം അതിൻ്റെ ചാത്തൻ നമ്മുടെ മീഷോയിൽ വന്ന് നമ്മൾ കണ്ടപ്പോൾ തന്നെ ഓർഡർ എടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, റോസ് ഗോൾഡ് ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനു മുമ്പേ മറ്റ് പാക്കേജിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാക്കേജാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. കുറച്ചൊരു ലുക്കുള്ള പാക്കേജാണ്. പക്ഷേ നമ്മുടെ സാധാരണ വാച്ച് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബോക്സൊക്കെ അല്ലേ, അതിൻ്റെയൊക്കെ മാതിരി നോർമൽ കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇതുപോലെയുള്ള സ്പഞ്ചുകളുണ്ട്. നല്ല പാക്കേജിങ് ആണ്. ആ ഒരു 400 റേഞ്ചിനുള്ള പാക്കേജിങ് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലക്ഷറി വാച്ചിൻ്റെ ഒരു ചാത്തൻ സാധനമാണ് കാണിക്കാൻ പോകുന്നത്. സോ യാ ഗൈസ്, ദിസ് ഈസ് ദ വൺ സ്നേക്ക് വാച്ചാണ് ഞാൻ ഇത്തവണ കാണിക്കുന്നത്. ഓ മൈ ഗോഡ്, ബ്യൂട്ടിഫുൾ സ്നേക്ക് വാച്ച് കേട്ടോ. 400 കൊടുത്താലും ഇത്തിരി വെയിറ്റ് ഉണ്ട് ഇതിന്. ആൻഡ് കളറും നല്ല എന്താ പറയുക, നീറ്റാണ്, നല്ല ഫിനിഷിംഗ് ഉള്ള കളറാണ് വരുന്നത്. ആ ഒരു പിക്ചറിൽ കണ്ട എക്സാക്റ്റ് സാധനം തന്നെ കേട്ടോ. ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ടുകൊടുത്താൽ മതി. സ്നേക്ക് വാച്ച് ശരിക്കും ഗോൾഡും സിൽവറും കൂടെ വരുന്നതുണ്ട്. അതാണ് ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് കേട്ടോ. റോസ് ഗോൾഡ് ഇതിൽ വരുമ്പോൾ അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതാണ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സംഭവം. എൻ്റെ കൈക്ക് ഇത് ലൂസാണ്. നമുക്ക് എന്തിനാ ലക്ഷറി പ്രൊഡക്റ്റ്, നമുക്ക് ഇതുപോലെയുള്ള ചാത്ത സാധനങ്ങൾ മതി, ലുക്ക് കിട്ടിയാൽ മതിയല്ലോ. ഇതിൻ്റെ കളർ എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ് നല്ല ഫിനിഷിംഗ് ആണ്. ഒരു സ്നേക്ക് വാച്ച് തന്നെ പല പല ഡിഫറെൻറ്റ് ടൈപ്പ് സ്നേക്ക് വാച്ചസ് ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നമുക്ക് മീഷോയിൽ എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞതാണ് ജസ്റ്റ്. ഇതിൻ്റെത് മെലിഞ്ഞ കൈയായതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ഗോൾഡ് എന്ന് പറയുമ്പോൾ കുറച്ച് യെല്ലോയിഷ് ഗോൾഡാണ് കേട്ടോ. കുറച്ചൊരു നല്ല രീതിക്ക് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് വരുന്ന ഒരു ഗോൾഡാണ്. എന്നാലും കുഴപ്പമില്ല. സോ ഗായ്സ്, ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ പ്രോഡക്റ്റും അതിൻ്റെ പ്രൈസിനനുസരിച്ച് നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. പിന്നെ ടൂ മച്ച് ക്വാളിറ്റി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത് ഈ വാച്ചിൻ്റെ കാര്യത്തിൽ. വർക്കിംഗ് ഒക്കെ നല്ല വർക്കിംഗ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ കളറ് നമുക്ക് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റാത്തതാണ്. എനിവേ, എനിക്ക് ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കട്ടോ. അവിടെ ഞാൻ എല്ലാം റീലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോ വരുന്നതൊക്കെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.